വീട്ടിലെ കൂൺ കൃഷി എന്ന് പറഞ്ഞ പദ്ധതിയാണ് ഇത്. നമുക്ക് ആവശ്യം 2 പുതിയ ഇഷ്ടിക, ഒരു ഇതുപോലത്തെ 20 രൂപേൻ്റെ ട്രേ, അതിൽ വെള്ളം 3/4 ഭാഗം വെള്ളം നിറച്ച് വെക്കുക. അതിൻ്റെ മുകളിൽ ഇതുപോലെ കൂന്തളം വെച്ചാൽ 12 മാസം നമുക്ക് കൂൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ വീടിൻ്റെ അകത്ത് ചെടികളൊക്കെ വളർത്തുന്ന അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഡൈനിങ് ഹാളിൻ്റെ ടേബിളിൻ്റെ അടിയിലോ സ്റ്റെയർ കേസിലെ സ്റ്റെപ്പുകളിലോ അല്ല ഡൈനിങ് ഹാളിൻ്റെ ചുറ്റുഭാഗം നമ്മൾ ചെടികളൊക്കെ വെച്ച മാതിരി വളരെ ലളിതമായ രീതിയിൽ കൂൺ കൃഷി ചെയ്യാൻ കഴിയുമെന്നാണ് ഏറ്റവും വലിയ വിജയം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു സ്റ്റെയർ കേസിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു 5 സ്റ്റെപ്പിന് മേലോട്ട് പോകരുത്. കഴിയുന്നത് നമ്മൾ തറയിൽ ഡൈനിങ് ഹാളിലൊക്കെ സൈഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല വായുസഞ്ചാരമുള്ള വെന്റിലേഷനൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും കൂൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. നമ്മളെ ഈ കൂൺ കൃഷിയെക്കുറിച്ചുള്ള കുറേ തെറ്റായ ധാരണകൾ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണിത്. എൻ്റെ പേര് ഷനൂപ് വാഴക്കാട്. കഴിഞ്ഞ 27 വർഷമായിട്ട് കൂൺ കർഷകനാണ്. ഇപ്പോൾ കൂണിൻ്റെ പലതരം വിഭവങ്ങളും കൂൺ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിലെ കൂൺ കൃഷിയാണ്. അതായത് 160 രൂപ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ ഒരു കൂൺ കൃഷി ആരംഭിക്കാം. അത് അധികം സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഏറ്റവും ലളിതമായ രീതിയിൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള കൂണ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയൊരു ടെക്നോളജിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അതിന് 2 ഇഷ്ടികയും ഒരു ട്രേയും മതി, പിന്നെ ഒരു കൂൺതടം. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് കൂൺ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. നമ്മുടെ കൂൺതടം തയ്യാറാക്കുന്ന മുമ്പ് ഇവിടെ അന്തരീക്ഷം മൊത്തം ഒന്ന് വൃത്തിയാക്കുന്നതല്ല. അപ്പോൾ അന്തരീക്ഷത്തിൽ നമ്മൾ ഡെറ്റോൾ ലൈനിങ്ങനെ അന്തരീക്ഷം മൊത്തം സ്പ്രേ ചെയ്ത് ഡൗൺ ചെയ്ത് മൊത്തം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഉത്തരം. അതുപോലെ നമ്മുടെ കൈ ഗ്ലൗസ് ഇടാണെങ്കിലും കൈയിൻ്റെ പുറം, അതുപോലെ തന്നെ വിത്തെടുക്കാനുള്ള പാത്രങ്ങളൊക്കെ ഡെറ്റോൾ ലൈൻ ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യാൻ. എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ പെല്ലറ്റിൽ വിത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വിത്ത് അതുപോലെ 1.5 ലിറ്റർ 1 കിലോ പെല്ലറ്റിൽ 1.5 ലിറ്റർ വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് വെച്ചതാണ്. ഇതിനേക്കാണ് നമ്മൾ വിത്തിടാൻ പോകുന്നത്. ഇത് നമ്മൾ ഏറ്റവും നല്ല ഫലപ്രദമായ ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പെല്ലറ്റിനെ ഇത് ഉടക്കണം. ഒന്ന് ചെറുതായിട്ട് ഒന്ന് കൊടുത്തത് ഉടഞ്ഞു കിട്ടും. നമ്മൾ 50 മൈക്രോൺ PP കവറാണ് ഉപയോഗിക്കുന്നത്. വേറൊരു കവറിലേക്ക് മാറ്റി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് അനുഭവം. അപ്പോൾ നമ്മൾ ഈ PP കവർ തന്നെ ഉപയോഗിച്ചുകൊണ്ടുമില്ല പെല്ലറ്റ് നനയ്ക്കാൻ. നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതാണ് കുറച്ചുകൂടി എളുപ്പം. കവർ വേസ്റ്റ് ആവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ആദ്യം കുറച്ച് മിശ്രിതം ഈ PP ഇത് 10-16 കവറാണ് ഉപയോഗിക്കുന്നത്. 10 ഇഞ്ച് വീതിയും 16 ഇഞ്ച് നീളവും. അപ്പോൾ ആദ്യം കുറച്ചേക്ക് പെല്ലറ്റ് അതിലേക്ക് കുതിർത്തി വെച്ച പെല്ലറ്റ് കുറച്ചിടുക. ഈ 2 മൂല ഒന്നുള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാക്കറ്റ് വിത്ത് നമ്മൾ 2 കൂന്തടത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കവറിലിട്ട് ഉടക്കാതിരിക്കാൻ പല ആൾക്കാരും ഇത് കവറിലിട്ട് ഉടക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ അതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതിനുള്ളിൽ എന്തെങ്കിലും പൂപ്പലുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ അതടക്കം അങ്ങോട്ട് പോരും. അപ്പോൾ അത് ഏറ്റവും നമ്മൾ ഇതിൽ ഒന്നും കേടുകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഈ മുകളിൽ വരുന്ന ഇങ്ങനെ ഈ പാട ഒഴിവാക്കുന്നതാണ് ഉചിതം. എന്നിട്ട് ഇങ്ങനെ നടു പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതാ ഇത്ര നല്ല ഒരു കേടുപാടുകളോ അല്ലെ കറുപ്പോ പച്ചയോ ചുവപ്പോ ഒരു പുള്ളി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അഥവാ അങ്ങനെ ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം എടുത്തു മാറ്റിയിട്ട് ആ കൈ ഡെറ്റോൾ ലൈനിൽ കഴുകിയതിന് ശേഷമേ പിന്നെ രണ്ടാമത് വിത്തിൽ കൈവെക്കാവൂ. ഈ ഒരു പകുതി വിത്താണ് നമ്മൾ ഒരു കൂന്തളത്തിന് ഉപയോഗിക്കുന്നത്. അടുത്ത ഈ പകുതി നമ്മൾ അടുത്ത കൂന്തളത്തിനുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അരികിലൂടെയാണ് വിത്തിട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു മെത്തേഡാണ് ഏറ്റവും നല്ല മെത്തേഡ്. എൻ്റെ അനുഭവത്തിൽ പല മെത്തേഡ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വിത്തിന് സൈഡിലൂടെ ഇറക്കി കൊടുക്കുന്ന മെത്തേഡൊക്കെ പല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പം അതല്ല ഏറ്റവും നല്ല റിസൾട്ടും കിട്ടുന്നതാണ് അടുത്തൊരു ലെയർ വീണ്ടും ചെയ്യുക.
പെല്ലറ്റിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നമ്മൾ അറക്കപ്പടി വൈക്കോലിലൊക്കെ ചെയ്യുന്ന മാതിരി വല്ലാതെ പ്രസ് ചെയ്യാൻ പാടില്ല. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പോൺ റണ്ണിങ്ങിന് ബാധിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ സ്പോൺ റൺ ചെയ്തിട്ട് സെറ്റ് ആവണം. അതിലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അടുത്ത ലെയർ വീണ്ടും ഇട്ട് കൊടുക്കുക. 4 ലെയർ ചെയ്യാനുണ്ടാവും ഒരു പകുതി വിത്തുകൊണ്ട്. ഇങ്ങനെ ചെയ്യുന്നുള്ള ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് എല്ലാ ഭാഗത്തേക്കും സ്പോൺ റൺ ചെയ്യുന്നുണ്ട്. അവസാനം ബാക്കിയുള്ള പൊടികൾ മൊത്തം അതിൻ്റെ മുകളിലിട്ട് കൊടുക്കും. ഇത് അമർത്തണ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി വരുന്ന വിത്ത് മൊത്തം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് ഒന്നുകിൽ സ്റ്റാപ്പിൽ അടിക്കുക അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇടുക ചെയ്താൽ മതി. റബ്ബർ ബാൻഡ് ഇടുന്നതാണ് ഉചിതം. ഇങ്ങനെ മടക്കി അമർത്താൻ പാടില്ല. വീണ്ടും പറയാണ്, ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഇത്രയും ചെറിയ സൂചിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ചെറിയ സൂചി ഉപയോഗിക്കാൻ കാരണം എന്താ വെച്ചാൽ വലിയ സൂചി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിന് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഈ കൂന്തളം വളരുന്ന സമയത്ത് ഇത് മറ്റ് ഈച്ചകളൊക്കെ വന്ന് മുട്ടയിട്ട് അതിൽ പുഴുക്കൾ നിറയും. ഈ പുഴു നിറയും കൂൺ പറക്കുന്ന സമയത്താണ് മുട്ട വരിക. അപ്പം നമുക്കത് വലിയ ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഈ ചെറിയ സൂചി ഉപയോഗിച്ച് ഹോളിട്ട് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാകും. മാത്രമല്ല നല്ല അത്യാവശ്യം വായുസഞ്ചാരം ലഭിക്കുകയും ചെയ്യും. നമുക്ക് ഈ ഒരു മെത്തേഡാണ് ഏറ്റവും നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് വീണ്ടും കാണിക്കുന്നത്. ഇതുപോലെ ഏകദേശം 100ഓളം ഹോളുകൾ ഇട്ട് കൊടുക്കുക. ഏറ്റവും ചെറിയ ഹോള് 100ഓളം ഇട്ട് കൊടുക്കുക, എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ. ഇങ്ങനെ തയ്യാറാക്കിയ കൂന്തളം നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത വേലിയുടെ ഉറുമ്പിൻ്റെ ശല്യം ഇല്ലാത്ത സ്ഥലത്ത് 15 ദിവസം നമ്മൾ സൂക്ഷിക്കുക. 15 ദിവസം കഴിഞ്ഞ് 16ാമത്തെ ദിവസം ഒരു ബ്ലേഡ് എടുത്ത് ഡെറ്റോൾ ലൈനിൽ കഴുകി ഒരു 5ഓ 6ഓ സ്ഥലങ്ങളിൽ ചെറിയ ഇൻറ്റുകൾ ഇട്ട് കൊടുക്കുക. ആ ഇൻറ്റുകളിൽ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. എല്ലാ ദിവസവും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്ഥിരമായിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ സ്പ്രേ കുറക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കൂണിൻ്റെ ക്വാളിറ്റി നന്നായി കിട്ടണമെങ്കിൽ അമിതമായ ഈർപ്പുണ്ടായി കഴിഞ്ഞാൽ ക്വാളിറ്റി നഷ്ടപ്പെടും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 20 ദിവസം കൊണ്ട് കൂണ് വിളവെടുക്കാൻ കഴിയും. തുടർന്ന് വീണ്ടും അത് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ 10 ദിവസം ഇടപെടുമ്പോഴും നമുക്ക് കൂണുകൾ ഉൽപ്പാദനം കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു കൂന്തളം തയ്യാറാക്കി കഴിഞ്ഞാൽ 3 മുതൽ 4 മാസം വരെ ഉൽപ്പാദനം കിട്ടും. ഏകദേശം 800 ഗ്രാം തൊട്ട് 1.5 കിലോ വരെ ഒരു കൂന്തളത്തിൽ, അതായത് പെല്ലറ്റ് ഉപയോഗിച്ചുള്ള കൂന്തളത്തിന് ലഭിക്കുന്നുണ്ട്. നല്ല മഴ ഉണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ വെയിലാണെങ്കിൽ നമ്മൾ 3 നേരം വെള്ളം സ്പ്രേ ചെയ്യും. രാവിലെ 11 മണിക്ക്, പിന്നെ 2 മണിക്ക്, വൈകിട്ട് ഒരു 3 മണി 4 മണി. കൂൺ തടത്തിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്യാതെ അന്തരീക്ഷത്തിൽ വെള്ളം സ്പ്രേ ചെയ്തിട്ട് അത് പാറി വന്ന് വീഴുന്നതാണ് ഏറ്റവും നല്ല ഉചിതം. ഇതിൽ നമ്മൾ ചിപ്പിക്കൂണും ചെയ്യാം, പാൽക്കൂണും ചെയ്യാം. പാൽക്കൂണിന് ചെയ്യുമ്പോൾ ഇതിലേക്ക് നമ്മൾ മറ്റ് ന്യൂട്രീഷനായ തവിടുകൾ ആഡ് ചെയ്യണം. എങ്കിൽ നമ്മൾ പാൽക്കൂൺ നല്ല വിളവ് കിട്ടും. പെല്ലറ്റിലേക്ക് നേരിട്ട് പാൽക്കൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉൽപ്പാദനം വളരെ കുറവാണ്. പിന്നെ പെല്ലറ്റിന് പാൽക്കൂൺ ചെയ്യാനുള്ള പെല്ലറ്റൊക്കെ വരുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഒന്നും എത്തിയിട്ടില്ല. നിങ്ങൾ ഈ പെല്ലറ്റൊക്കെ വിതരണം ചെയ്യുന്നുണ്ടോ? പെല്ലറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് കൂൺ കൃഷിക്ക് ആവശ്യമായ എല്ലാ സാമഗ്രിക സാധനങ്ങളും നമ്മൾ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുകയും നമ്മുടെ അടുത്ത് വന്ന് നേരിട്ട് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ദൂര സ്ഥലങ്ങളിലെ കൊറിയർ മാർഗ്ഗം അയച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ എടുക്കുന്നവർക്ക് നമ്മൾ വണ്ടി സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ കൂണിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. വിവാഹം, സൽക്കാരം, വേളകളിലൊക്കെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ്, പുതിയ വിഭവങ്ങൾ. അവിടെ നമ്മൾ ലൈവായിട്ട് സൂപ്പ്, അതുപോലെ കട്ട്ലറ്റ്, സമൂസ തുടങ്ങിയ വിഭവങ്ങളൊക്കെ, ബിരിയാണി തുടങ്ങിയ ഒരുപാട് വിഭവങ്ങൾ, ഏകദേശം 10-40ഓളം വിഭവങ്ങൾ നമ്മളിപ്പോൾ കൂടുതൽ ചെയ്യുന്നുണ്ട്.